ഹായ് ഫ്രണ്ട്സ്, SCK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് മലയാളത്തിൻ്റെ യൂണിക്കോഡ് ഫോണ്ടിൽ നിന്നും MLTT, ISM തുടങ്ങിയ ഫോണ്ടുകളിലേക്ക് നമുക്ക് നമ്മുടെ മലയാളം ടൈപ്പ് ചെയ്ത കണ്ടന്റ് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റോ ഗൂഗിൾ ടൈപ്പിംഗ് ടൂളൊക്കെ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് യൂണിക്കോഡ് ഫോണ്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മലയാളത്തിലെ വിവിധ വ്യത്യസ്തമായ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഫോണ്ടുകളിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ എങ്ങനെയായാലും ചെയ്യാം. ബോത്ത് മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് വേർഡൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഫോണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മാത്രമേ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മളുടെ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. കുറ്റി പെൻസിൽ AUTTIPENCIL എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. kuttipencil.in/google/ എന്ന് നമ്മൾ കൊടുക്കണം. കാരണം /Google എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് തന്നെ മലയാളം യൂണിക്കോഡായിട്ട് നമ്മുടെ മംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാള അക്ഷരം അവിടെ വരികയുള്ളൂ. നമ്മൾ ഈ കാണുന്നത് പോലെ കണ്ടില്ലേ, HAI എന്ന് കൊടുത്ത് സ്പേസ് ബാർ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ മലയാളം വരും. ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് യൂണിക്കോഡ് വെർഷനാണ്. ഇതിന് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. വളരെ ഈസിയാണ്. ഈ വെബ്സൈറ്റിനകത്ത് തന്നെയാണ് ഈ കാണുന്ന അലൈൻമെന്റിൽ ഇവിടെ നമുക്ക് എബോവ് ആയിട്ട് കൺവേർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ കാണുമ്പോൾ കോപ്പി ടു ML സീരീസ്, അതായത് MLTT എന്ന് അങ്ങനെയുള്ള ഫോണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ നമുക്ക് കോപ്പി ചെയ്യാം. അതുപോലെ FML സീരീസ്, അതുപോലെ മറ്റൊരു ഫോണ്ട് സീരീസാണ്. അതുപോലെ തന്നെ നമുക്ക് ML സീരീസിലുള്ളത് FML സീരീസിലുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്യും. അതുപോലെ മംഗ്ലീഷിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നതും ഓഡിയോ MP3 ഫോർമാറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അതിനകത്ത് വേറൊന്നും നോക്കുന്നില്ല. കോപ്പി ടു ML സീരീസ്, നമുക്ക് നമ്മുടെ MLTT ഫോണ്ടിലേക്ക് ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് മാത്രം നോക്കാം. അതിന് വേണ്ടിയിട്ട് കോപ്പി ടു ML സീരീസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അടുത്തൊരു വിൻഡോ വരുന്നതാണ്. അതിനകത്ത് കൺവേർട്ട് ടു ML സീരീസ് എന്ന് കാണിക്കും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി, സെലക്ട് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ കോപ്പി ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ഈ ടെക്സ്റ്റ് സെലക്ട് ആവുകയും കോപ്പിയായി എന്നാണ് അർത്ഥം. ഇനി ഇതിന് ചെയ്യേണ്ടത് നമ്മുടെ വേർഡിലോ അതുപോലെ നിങ്ങൾക്ക് എവിടെയാണോ, ഈവൻ ഫോട്ടോഷോപ്പിലോ കോറൽ ഡ്രായിലോ എവിടെയാണെങ്കിലും, നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആയ പ്രീമിയർ പ്രോ, ഫിൽമോറ തുടങ്ങിയ എവിടെയാണോ നിങ്ങൾക്ക് മലയാളം ഉപയോഗിക്കേണ്ടത് അവിടെ കൊണ്ട് നമ്മളിത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് Ctrl+V കോപ്പി, അതുപോലെ പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ടാണ്. ഞാൻ Ctrl+V ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഇതുപോലെ വിസിബിൾ ആവും. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫോണ്ട് വേറെയാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റണം നിങ്ങൾക്ക് അറിയാം. ഞാൻ അല്പം കൂടെ സൂം ചെയ്യട്ടെ. ഓക്കെ, സോ അവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴെ വന്നിട്ട് ഫോണ്ടിലോട്ട് മാറുക. അപ്പോൾ MLTT ഫോണ്ട് എവിടെയാണ് കിട്ടുമെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. മലയാളം MLTT ഫോൺസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ധാരാളം ഫോൺസ് വരും. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെയാണ് ഫോൺസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് MLTT അമ്പിളി എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അപ്പോൾ നമുക്കതിനിങ്ങനെ താഴോട്ട് ഇഷ്ടമുള്ള ഫോണ്ടിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ അല്പം കൂടെ അതിൻ്റെ ഇത് ഒന്ന് എൻലാർജ് ചെയ്തോട്ടെ. ഓക്കെ, ദെൻ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ ഫോണ്ട് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത് വളരെ ഈസി മെത്തേഡാണ്. പിന്നെ നമ്മുടെ വേർഷൻസിനനുസരിച്ച്, നമ്മുടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ വേർഷനനുസരിച്ച് ചില അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ക പോലുള്ള അക്ഷരങ്ങൾക്ക് ചില സമയത്ത് ചില സോഫ്റ്റ്വെയർസിൽ സപ്പോർട്ട് ആകത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂണിക്കോഡ് റെൻഡറിങ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ. ദെൻ നമ്മൾ വീഡിയോയുടെ പോവുകയാണ്. അപ്പം ഞാനിവിടെ ഇത് നമ്മൾ നോർമലായിട്ട് ടൈപ്പ് ചെയ്തതാണ്. ഓർമ്മയുണ്ടല്ലോ ആദ്യം ടൈപ്പ് ചെയ്തത്.
അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്തായിരിക്കും റിസൾട്ട് എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് എൻ്റർ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇതിനെ പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ആദ്യം അതായത് യൂണിക്കോഡ് മേ ബി ഇത് കാർത്തിക ഫോണ്ട്, ഞാൻ പറഞ്ഞില്ലേ കാർത്തിക ഫോണ്ടിലാണ് വന്നിട്ടുള്ളത്, ഇതുപോലെ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഫോണ്ടിനെ നമ്മൾ കുറ്റി പെൻസിൽ എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഓൺലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്തു. അതിനെ തിരിച്ച് നമ്മളോട് വേർഡിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരല്പം ഇൻ്റർനെറ്റ് സഹായം കൂടെ ആവശ്യമുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ മറ്റൊരു രീതിയിൽ മലയാളം ടൈപ്പ് ചെയ്ത് ഒരു സിംഗിൾ ഫോണ്ടാണ്, അത് മാധുരി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, കേരള എന്ന് പറയുന്ന സിംഗിൾ ഫോണ്ടേ നമുക്ക് അതിന് സപ്പോർട്ട് ആവുകയുള്ളൂ. അത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞു. സോ ഇതും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇനിയും ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ കീപ് സപ്പോർട്ടിങ് മീ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. ഓക്കെ, ലൈക്ക് അടിക്കുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, എല്ലാവരും സേഫ് ആയിരിക്കുക. ബി സേഫ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.